ഇന്ന് നമുക്ക് മാങ്ങ വെച്ചൊരു കറി ഉണ്ടാക്കാം. അങ്കമാലിക്കാരുടെ സ്പെഷ്യൽ ഒരു റെസിപ്പിയാണ് ഈ മാങ്ങ വെച്ചിട്ടുള്ള കറി. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഈ കറി ഉണ്ടാക്കുന്ന ചട്ടിയില്ലേ, ആ ചട്ടിയിലേക്ക് ഞാനൊരു സവാള അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ സ്റ്റൗ ഒന്നും ഓൺ ചെയ്യുന്നില്ല. ജസ്റ്റ് ഏത് പാത്രമാണോ ഈ കറി ഉണ്ടാക്കാൻ എടുക്കുന്നത് ആ പാത്രത്തിലേക്ക് നമ്മൾ ഈ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. വളരെ തിന്നായിട്ട് വേണം ഈ സവാള അരിയാൻ. അതാണ് ഈ കറിക്ക് ടേസ്റ്റ് കൂട്ടുന്നത്. കണ്ടോ, ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ അരിയാൻ. എത്രത്തോളം തിന്നായിട്ട് അരിയാം അത്രത്തോളം തിന്നായിട്ട് തന്നെ അരിയാൻ ശ്രമിക്കുക. അതിനുശേഷം ഞാനൊരു 5-6 ചെറിയ ഉള്ളിയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതിന് മുളക് പൊടി വളരെ കുറച്ചാണ് ഇടുന്നത്, അതുകൊണ്ട് നമുക്ക് പച്ചമുളക് ഇത്തിരി കൂടുതൽ ആഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതിനുശേഷം നീളത്തിൽ കീറിയ കുറച്ച് ഇഞ്ചിയും കൂടെ ആഡ് ചെയ്യാം. പിന്നെ കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ ഈ പുറത്തോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ കൈ വെച്ചൊന്ന് തിരുമ്മി കൊടുക്കുക. അതിലാണ് ഈ കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ കൈ വെച്ച് തിരുമ്മുമ്പം ആ ഉള്ളിയുടെ നീരൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി ആ ഉള്ളിക്ക് തന്നെ നല്ലൊരു മയം ഉണ്ടാകും. അതിനാണ് നമ്മൾ ഈ ചെയ്യുന്നത്. നമുക്ക് സ്പൂൺ കൊണ്ട് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ നമ്മൾ നാടൻ സ്റ്റൈലിൽ ചെയ്യുമ്പോൾ നമ്മൾ കൈ കൊണ്ട് തന്നെ തിരുമ്മുന്നതാണ് നല്ലത്. അപ്പോൾ ഈ പച്ചമുളകും ഈ കറിവേപ്പിലയും ഇഞ്ചിയും എല്ലാം കൂടെ ഉടഞ്ഞ് ആ എല്ലാം കൂടെ കമ്പൈൻ ചെയ്തൊരു നല്ലൊരു പരുവത്തിൽ കിട്ടും നമുക്ക്. ഈ ഒരു പരുവത്തിലായിരിക്കും നമുക്ക് സവാളയൊക്കെ തിരുമ്മിയ ശേഷം കിട്ടുന്നത്. പച്ചമുളകും ഈ കറിവേപ്പില എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റ് ആയിട്ട് ഈ സവാള നമുക്ക് കിട്ടും. അതിനുശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഞാൻ ഇത്തിരി കൂടുതൽ നമുക്ക് ഈ കറിക്ക് ആഡ് ചെയ്യുന്നതാണ് നല്ലത്. അതിനുശേഷം ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് തിരുമ്മി ഒന്നുകൂടെ കൊടുക്കുക. അപ്പോൾ ഈ ഉള്ളിനീരുണ്ടായതുകൊണ്ട് ഈ പൊടികളെല്ലാം ആ ഉള്ളിനീരിൽ മിക്സായി വന്നോളും. അപ്പം നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഞെവിടി കൊടുക്കുക. അതിനുശേഷം ഞാൻ 2ാം പാൽ എടുക്കുന്നുണ്ട്, 1.5 കപ്പ് 2ാം പാൽ എടുക്കുന്നുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒട്ടും വെള്ളം നമ്മൾ ചേർക്കുന്നില്ല. ഈ തേങ്ങാപ്പാലിൽ മാത്രമാണ് ഈ കറി വേവിക്കുന്നത്. എന്നിട്ട് നമ്മളൊരു സ്പൂൺ വെച്ച് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്ത് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ നമുക്ക് പുളി അനുസരിച്ചിട്ട് വേണം എടുക്കാൻ. പുളി കുറവാണെങ്കിൽ നമുക്ക് 2 മാങ്ങ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ 1 മാങ്ങയാണ് എടുത്തേക്കുന്നത്. നമ്മുടെ പുളി അനുസരിച്ച് നമുക്ക് മാങ്ങ അങ്ങോട്ടും ഇങ്ങോട്ടും ആഡ് ചെയ്യാം. ഇത്തിരി തിക്കായിട്ട് വേണം മാങ്ങ അരിഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ മാങ്ങ വേഗം വെന്ത് പോകും. അതുകൊണ്ട് ഇത്തിരി തിക്കായിട്ട് നീളത്തിൽ അരിഞ്ഞു കൊടുക്കുന്നതാണ് നല്ലത്. ഇത് നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്ത ശേഷം എന്നിട്ട് വേണം നമ്മൾ സ്റ്റൗ ഓൺ ചെയ്യാൻ. നമുക്കിനി അടച്ചു വെച്ച് ഇതൊന്ന് വേവിക്കാം. നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. മാങ്ങയൊന്നും വെന്തുടഞ്ഞിട്ടുമില്ല. അതിനുശേഷം നമ്മൾ 1ാം പാല്, ഒരു 1/2 കപ്പ് 1ാം പാലും കൂടെ ഒഴിക്കുക ഇതിനകത്തോട്ട്. ഈ കറിക്ക് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല, എല്ലാം ഈ തേങ്ങാപ്പാലിലാണ് വേവിക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് താളിച്ചിടുക. അതിനൊരു ചട്ടിയിലെടുത്തിട്ട് വെളിച്ചെണ്ണയും കടുകും പച്ചമുളകും കറിവേപ്പിലയും ഇച്ചിരി ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് നമുക്കൊന്ന് കടുക് വറുത്തെടുക്കാം. കടുക് വറുത്തത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് ഇത് ആ കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക.
ലാസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഈ കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒരു പിഞ്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യാം. വളരെ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല, വേണ്ടവർക്ക് ആഡ് ചെയ്യാം. അതുകൊണ്ട് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം എടുക്കുകയാണെങ്കിൽ ഈ കറിക്ക് നല്ല പുളിയൊക്കെ ഉണ്ടായി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക.